നമസ്കാരം. തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ വിരലിൽ മഷി പുരലാനുള്ളത്. നമുക്കൊപ്പമുള്ളത് തിരൂർ നിയോജക മണ്ഡലത്തിലെ SUCI സ്ഥാനാർത്ഥിയാണ്. നമുക്ക് ഒരു സ്വാഗതം ചെയ്യാം. സ്വാഗതം. തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് പ്രചരണം നന്നായി പോകുന്നു. പരസ്യ പ്രചരണം അവസാനിച്ചു. അവസാനത്തെ ഘട്ടത്തിലേക്കുള്ള ലാസ്റ്റ് ലാബ് പ്രചരണം നടന്നു വരുന്നു. നന്നായി പോകുന്നു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ അലീന, SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയാണ്. ടോർച്ചാണ് അടയാളം. കഴിഞ്ഞ 6 വർഷമായി തിരൂരിലെ നിരവധിയായിട്ടുള്ള ജനകീയ സമര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അതാണ് തിരൂരിലെ സംബന്ധിച്ചിടത്തോളം കേരള വിരുദ്ധ സമരത്തിലൂടെയും ആശാസമരത്തിലൂടെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായി, അതിൻ്റെ കേരളത്തിലെ നടപ്പിലാക്കലിനെതിരായി തുഞ്ചൻ കോളേജിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കാം എന്നെ പരിചയം. ആ വിധത്തിൽ തിരൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് SUCI? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വാർത്തകളിലുമൊക്കെ പിടിച്ചു നിൽക്കുന്നൊരു സംഘടനയാണ്. SUCI എന്താണ് അതിൻ്റെ ലക്ഷ്യം? ആശാസമരത്തിൻ്റെ വേളയിലാണ് മാധ്യമങ്ങളിലൂടെ SUCI ചർച്ച ചെയ്യപ്പെടുന്നത്. SUCI 1948 രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. നമ്മളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഭഗത് സിംഗും ഖുദിറാം ബോസും സൂര്യസെന്നയും പോലെയൊക്കെയുള്ള അനനുരഞ്ജന സമരധാരയുടെ പ്രതിനിധികൾ, അവർ പ്രവർത്തിച്ചിരുന്ന അനുശീലൻ സമിതി എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഏതാനും ചെറുപ്പക്കാർ അവർ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ്. വെസ്റ്റ് ബംഗാളിൽ സഖാവ് ശിവദാസ് ഘോഷിൻ്റെ നേതൃത്വത്തിൽ 7 സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന ചെറുപ്പക്കാർ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് SUCI. ഇന്ത്യൻ മണ്ണിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് SUCI അറിയപ്പെടുന്നത്. SUCI രൂപം കൊള്ളുന്ന കാലത്ത് അവിഭക്ത CPI നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാലം നമുക്കറിയാം. സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ ആ ഒരു ലോക സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട്, ഇടതുപക്ഷ ആശയങ്ങളോട് അതിന് വളരെ വലിയ പ്രചാരവും ആകർഷണവും ഉണ്ടായിരുന്നൊരു ഘട്ടമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്ന CPI അതൊരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുന്നതിൻ്റെ പ്രോസസ്സിൽ രൂപം കൊണ്ട പ്രസ്ഥാനമല്ല. അന്നത്തെ CPI എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പ്രസ്ഥാനങ്ങൾ, CPI CPM പ്രസ്ഥാനങ്ങൾ പോലെയല്ല. ത്യാഗനിർഭരരായ നേതാക്കന്മാരുണ്ട് ജനങ്ങളുടെ ഇടയിൽ. പ്രത്യേകിച്ച് ലോക ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അംഗീകാരമുണ്ട്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശത്തോടുള്ള അഭിനിവേശം കൊണ്ട് മാത്രം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടില്ല. മറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊള്ളേണ്ട പ്രോസസ്സിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി CPIക്ക് മാറാൻ സാധിക്കില്ല എന്ന മനസ്സിലാക്കലിലാണ് സഖാവ് ശിവദാസ് ഘോഷ് 1948 ഏപ്രിൽ 24 SUCIക്ക് രൂപം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും SUCIയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. നമ്മളുടെ തല കൊണ്ട് നമുക്ക് പരിശോധിക്കാമല്ലോ. കമ്മ്യൂണിസ്റ്റ് ആശയം അതൊരു ശാസ്ത്രമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ പ്രതിനിധാനം ചെയ്യാൻ, അത് ഉയർത്തിപ്പിടിക്കാൻ ഒരു രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടാവുകയുള്ളൂ. പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടാവില്ല. പല ബൂർഷ്വാ പ്രസ്ഥാനങ്ങളുണ്ടാകും. കാരണം അംബാനിയുടെ താല്പര്യമല്ല അദാനിയുടെ താല്പര്യം, അദാനിയുടെ താല്പര്യമല്ല യൂസഫ് അലിയുടെ താല്പര്യം. അപ്പോൾ മുതലാളിമാരുടെ താല്പര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ബൂർഷ്വാ പ്രസ്ഥാനങ്ങൾ പലതുണ്ടാകാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒന്നേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അവകാശപ്പെടുന്നത് ഞങ്ങളാണ്, SUCI ആണ്. അപ്പോൾ നിലവിലുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ബൂർഷ്വാ പ്രസ്ഥാനങ്ങളാണെന്നുള്ളൊരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്നാണ് ഞങ്ങൾ ഇന്നും വിലയിരുത്തുന്നത്. കാരണം ഇടതുപക്ഷ ആദർശങ്ങൾ മുറുക്കെ പിടിക്കുന്ന ധാരാളം ലക്ഷക്കണക്കിന് അണികൾ ഇന്നും ആ പ്രസ്ഥാനങ്ങളിലുണ്ട്. അതിൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന അതിൻ്റെ ഭരണ നേതൃത്വം ഇടതുപക്ഷ ആശയങ്ങൾ വെടിഞ്ഞു കഴിഞ്ഞു. വലതുപക്ഷ നയങ്ങൾ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നു. അതിനെതിരായി വളർന്നു വരേണ്ട ഇടതുപക്ഷ മൂവ്മെൻറ്റുകളെ
അതിനെ കോംപ്രമൈസ് ചെയ്യുന്നു, അതിൻ്റെ മുനയൊടിക്കുന്നു. ആ വിധത്തിൽ ആണ് വലതുപക്ഷത്തിൻ്റെ വലത്തേ അറ്റത്താണ് നേതൃത്വം പ്രവർത്തിക്കുന്നതെങ്കിലും ഇടതുപക്ഷ ആശയങ്ങളെ പ്രാണന് തുല്യം മുറുകെ പിടിക്കുന്ന അണികൾ ഇന്നും ആ പ്രസ്ഥാനങ്ങളിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് അവരെ മുൻനിർത്തി ഇതൊരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല. അപ്പോൾ നിലവിൽ കോൺഗ്രസ് പോലത്തെ പ്രസ്ഥാനങ്ങളൊക്കെ പറയും ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പലപ്പോഴും പറയുന്നൊരു പ്രസ്താവനയാണ് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. ഇടതുപക്ഷം എന്ന പേരുള്ളത് വലതുപക്ഷമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കോൺഗ്രസിന് ഒരിക്കലും ആ അഭിപ്രായമില്ലല്ലോ. കോൺഗ്രസ് വലതുപക്ഷ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ആ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മാത്രമാണ് അത് പറയുന്നത്. ഒരിക്കലും കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ അതല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ല. പ്രതിപക്ഷ നേതാവ് ഇതേ പ്രസ്താവന പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പുതുയുഗ യാത്രയിൽ അദ്ദേഹം മൂലധന താല്പര്യങ്ങളെ ക്ഷണിക്കുന്ന വിധത്തിലുള്ള ഒരു പുതു കേരളത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ പേറിക്കൊണ്ടുള്ള ഇടതുപക്ഷ ആശയങ്ങളല്ല അത് പറയുന്നത്. അത് വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു അവതരണമാണ്. അത് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് കേരളം സ്വാഭാവികമായും ഒരു ഇടതുപക്ഷ ആശയങ്ങളുടെ ആ ഒരു സംസ്കാരമുള്ള മണ്ണാണ്. വലതുപക്ഷ പ്രവർത്തകരായി നിൽക്കുന്ന ആളുകൾ പോലും ഇടതുപക്ഷ മനോഭാവം മനസ്സിൽ കൊണ്ട് നടക്കുന്ന മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക സ്വഭാവം അതാണ്. ഇപ്പം നമ്മൾ കേരളത്തിന് പുറത്തുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും പോയി കഴിഞ്ഞാൽ അധ്യാപകർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ അങ്ങനെ ഒരു പ്രത്യേക സെഷനാണ് ഇടതുപക്ഷ ആശയങ്ങളെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നവർ എന്ന ഒരു അപ്പർ ലെയറിൽ നിന്ന് നോക്കുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ മുൻനിർത്തിയല്ല ഞാനിത് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കൾച്ചറൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്നത് അവരാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളിലും കേരളത്തിൻ്റെ പൊതുജീവിതത്തിലും ഇടതുപക്ഷ സംസ്കാരത്തിന് ഒരു പ്രസക്തിയുണ്ട്. അത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും വലിയ അകമ്പടിയോടുകൂടി വരുന്ന മുഖ്യമന്ത്രിമാരെ, ഒരു രാജപരിവേഷത്തോടുകൂടി വരുന്ന മുഖ്യമന്ത്രിമാരെ നമ്മൾ അംഗീകരിക്കില്ല. പക്ഷേ നമ്മൾ തെലങ്കാനയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയാൽ അത് വളരെ നാഷണൽ ഡിസ്കോ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ളൊരു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ നിങ്ങളൊരു ഇടതുപക്ഷ മനോഭാവമുള്ള ആൾ കൂടിയാണല്ലോ. അപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി ആ രീതിയിൽ പോകുന്നതിന് നിങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ടെന്നാണോ? എന്താണ് അതിൻ്റെ ആവശ്യം? കരുണാകരൻ പോലത്തെ പ്രധാന വ്യക്തികൾ വഹിച്ച സ്ഥാനം നിലവിലെ മുഖ്യമന്ത്രി പോകുന്നത് നിങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ടെന്നാണ് പറയുന്നത്. അത് ഇടതുപക്ഷ സംസ്കാരത്തിന് വിരുദ്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ CPIയുടെയും CPMൻ്റെയും ഒക്കെ ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആ ഒരു ഇടതുപക്ഷ സംസ്കാരം പ്രാണന് തുല്യം മുറുകെ പിടിച്ചിട്ടുള്ള നേതാക്കന്മാരും അണികളും നമ്മളുടെ മുമ്പിലുണ്ട്, നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. AKG അമരാവതിയിൽ പോയി സമരം ചെയ്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തിയാണോ? അപ്പോൾ ഈ സമരങ്ങളുടെ, ഈ ഒരു സംസ്കാരത്തിൻ്റെ, ഈ ഒരു ജീവിതത്തിനെയൊക്കെ അതിലാകൃഷ്ടരായാണ് ഈ നാട്ടിലെ വലിയൊരു പക്ഷം ഇടതുപക്ഷ വിശ്വാസികളും ഇന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത്. അതല്ലാതെ വലിയ വില കൂടിയ കാറുകളിൽ വലിയ അകമ്പടിയോടുകൂടി വരുന്ന ഒരു വലതുപക്ഷ നേതാക്കളോട് കിടപിടിക്കുന്ന ഇത്തരം കോലാഹലങ്ങളോ കാഴ്ചകളോ കണ്ടിട്ടല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ജനങ്ങളുടെ താല്പര്യങ്ങളാണ് നമ്മൾ മുറുകെ പിടിക്കുന്നതെങ്കിൽ, ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? അതിൻ്റെ ഒരാവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ കൈ നോട്ടീസിലൊരു വാക്ക് കണ്ടു. നിങ്ങളുടെ സംഘടനയുടെ ടാഗ് ലൈന് ജനകീയ സമരത്തിൻ്റെ അനിഷേധ്യ ശക്തി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ടാഗ് ലൈൻ എന്താണോ അതിൻ്റെ വേർഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് SUCA കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ സമരത്തെ, അതാണ് SUCയുടെ കാമ്പ്. SUCA ജനകീയ സമരങ്ങളെ പ്രാണന് തുല്യം മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനമാണ്. SUCയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബംഗാളിൽ MLAമാരും MP മാരും മന്ത്രിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു അധികാരവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി താല്പര്യങ്ങളുടെ ഇടനാഴികളിൽ SUCയെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു 48 മുതൽ ഇങ്ങോട്ട് എടുത്തിട്ടുള്ള വലുതും ചെറുതുമായ ജനകീയ സമരങ്ങളിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനമുള്ള തലങ്ങളിലെല്ലാം ഈ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് SUCA നിന്നിട്ടുള്ളത്. നമുക്ക് കേരളത്തിൻ്റെ ഉദാഹരണത്തിലേക്ക് വന്ന കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം മാത്രം എടുക്കാം.
വളരെ നിർണായകമായിട്ടുള്ള കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള 2 സമരങ്ങളായിരുന്നു കേരയിൽ വിരുദ്ധ സമരവും ആശാ സമരവും. ഈ 2 സമരങ്ങളുടെയും സംഘാടകരായും അതിൻ്റെ നേതൃത്വമായും പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനം SUC ആണ്. ഞങ്ങളുടെ കൊടിയും പിടിച്ചിട്ടല്ല പോയത്. പക്ഷേ ആ സമരങ്ങൾ ഉയർത്തുന്ന ശരിയായ ഡിമാൻഡിന്മേൽ അതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മാലയിലെ മുത്തുപോലെ കോർത്തു വെച്ചുകൊണ്ട് ആ സമരങ്ങൾ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആശാ സമരം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആശാ സമരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പോലീസ് ജീപ്പിന് തടയലും മൈക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനൊക്കെ, അതുപോലെ കേരയിൽ സമരത്തിലൊക്കെ അറസ്റ്റ് വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരം സമരങ്ങളൊക്കെ മുന്നിൽ നിൽക്കാൻ എങ്ങനെയാണ് ഒരു ആർജവം വരുന്നത്? നമുക്കൊരു കാര്യം ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ കേരളയിൽ സമരങ്ങൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പ്രധാന പ്രൊജക്റ്റ് കൂടിയായിരുന്നു. കേരളയിൽ മാത്രമല്ല, ഈ ഹൈസ്പീഡ് കോറിഡോർ എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ തന്നെ നയമാണ്. അത് കേരളത്തിൽ അതിൻ്റെ ഒരു രൂപഭേദമാണ് കേരയിൽ സിൽവർ ലൈൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കുന്ന പദ്ധതിയാണ്. 2 ലക്ഷം കോടി രൂപയുടെ അധിക വായ്പ, വിദേശ വായ്പ വയ്ക്കുന്ന പദ്ധതിയാണ്. 20,000 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന പദ്ധതിയാണ്. അതൊരിക്കലും കേരളത്തിൻ്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു പദ്ധതിയല്ല. ഇപ്പോൾ നമ്മളുടെ റെയിൽ മന്ത്രിയാണ് നമ്മളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അല്ലേ. മലബാറിൻ്റെ യാത്രാ പ്രശ്നം എത്ര കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോഴും പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ വേണ്ടാത്ത, ഇപ്പോൾ നാളെ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള യാത്ര തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. പുതിയ കമ്പാർട്ട്മെൻറ്റ് വേണം, പുതിയ ട്രെയിൻ വേണം, ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്. മലബാറിൻ്റെ വളരെ യഥാർത്ഥമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ ഞാൻ കേൾക്കുന്നുണ്ട് മലബാറിൻ്റെ യാത്രാ പ്രശ്നം. ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളാണ്, അത് അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി കേരളയിൽ കൊണ്ട് പറ്റില്ല. വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നുണ്ട്. വന്ദേ ഭാരത് ഒഴിഞ്ഞോടിയാലും മാവേലിയിലും മലബാറിലും പരശുവിലും ഒക്കെ നല്ല തിരക്കായിരിക്കും. കാരണം സാധാരണക്കാരൻ്റെ കീശയിൽ ഒതുങ്ങുന്ന പണം കൊണ്ടേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ആ വിധത്തിലുള്ളൊരു റെയിൽവേ വികസനം കേരളയിൽ കൊണ്ട് സർക്കാർ പറഞ്ഞിരുന്നത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ കഴിയും, അത്രയും എളുപ്പമാർഗ്ഗമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേരളിൻ്റെ DPR തന്നെ പറയുന്നത്. അതിൻ്റെ DPR വളരെ അശാസ്ത്രീയമാണ്. അത് ഇതിനോടകം സമരവുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞല്ലോ. ഇവിടെ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ വേണം, അഫോർഡബിൾ ആയിട്ടുള്ള യാത്രകൾ വേണം. അതിന് നമുക്ക് വേണ്ടത് നിലനിൽക്കുന്ന റെയിൽവേ സംവിധാനങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് 3-ാം പാതയും 4-ാം പാതയും സമയം പരിഷ്കരിച്ചും സിഗ്നൽ ഓട്ടോമേഷൻ നിർവഹിച്ചും അങ്ങനെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നമ്മൾക്ക് എത്ര വിമാനത്താവളങ്ങളുണ്ട്, ആ ഒരു വ്യോമയാന കണക്ടിവിറ്റി ഉണ്ട്. ചെറു വിമാനങ്ങൾ പറത്തിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സാധ്യമാണ്. പക്ഷേ കേരളിൻ്റെ DPR ഒന്ന് നമ്മൾ പരിശോധിക്കണം. അതിൻ്റെ അകത്ത് പറയുന്നത് നിലനിൽക്കുന്ന റെയിൽവേയിലെ ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ കേരയിൽ ലാഭത്തിൽ ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളുടെ ചാർജ് വർദ്ധിച്ചാലേ നമ്മൾ കേരളയിലും ആശ്രയിക്കുന്ന ഒരു തലത്തിലേക്ക് വരുള്ളൂ. ഹൈവേയിൽ ടോൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ നിലനിൽക്കുന്ന യാത്രാ സംവിധാനങ്ങളെ ചെലവേറിയതാക്കി മാറ്റിക്കൊണ്ട് കേരളയിലേക്ക് ആളെക്കയറ്റണം എന്നാണ് പറയുന്നത്. അതാണ് കേരള പദ്ധതി. അപ്പോൾ ഇത്തരം ഒരു പദ്ധതി വരുമ്പോൾ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ എന്തിനാ പിന്നെ മടിച്ചു നിൽക്കുന്നത്? നമ്മൾ ഇന്ന് നമ്മളായിട്ട് നിൽക്കുന്നത് നമ്മൾക്ക് മുൻപേ ജീവിച്ചു മരിച്ചു പോയ എത്രയോ പേരുടെ ജീവനും ജീവിതവും കൊടുത്തുള്ള പ്രയത്നങ്ങളുടെ ഫലമായിട്ടാണ്. ഒരു 100 വർഷം മുമ്പ് നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ വിധത്തിലൊരു മനസ്സിലാക്കലുണ്ടായാൽ ഇന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പ്രതിരോധം തീർക്കാൻ നമ്മൾക്ക് അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയാണ്. ഒരുപാട് കാലം മനുഷ്യന് കുനിഞ്ഞ് നിൽക്കാൻ പറ്റില്ല, നിവർന്ന് നിൽക്കേണ്ടത് എങ്ങനെയാണ് എന്നും പഠിച്ചു കഴിയുമ്പോൾ അത്രയേ ഉള്ളൂ. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായി ചർച്ച ചെയ്യാനായിട്ട് SUC ഈ സമര രാഷ്ട്രീയം തന്നെയാണ് ജനങ്ങളോട് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും സമരങ്ങൾ സാധാരണ തെരഞ്ഞെടുപ്പിലൊരു ചർച്ചയല്ല, വികസനമാണ് ചർച്ച എന്ന് പറയുന്നത്. വികസനം എന്ന് പറയുമ്പോൾ നമ്മളുടെ മുമ്പിൽ പാലം പണിതു, റോഡ് പണിതു, 2200 കോടി ചെലവഴിച്ചു, അല്ലെങ്കിൽ ഇത്ര ചെലവഴിച്ചില്ല എന്നൊക്കെയുള്ളതാണല്ലോ വികസനമായിട്ട് പറയുന്നത്. ഇത് നമ്മളുടെ നികുതിപ്പണമാണ്. ഈ നികുതിപ്പണം എടുത്ത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കാലാനുസൃതമായി ഉണ്ടാക്കാൻ വേണ്ടി അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണല്ലേ. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വികസനത്തിൻ്റെ പട്ടികയിൽ പെടുത്താൻ പറ്റില്ല.
യഥാർത്ഥത്തിൽ നിയമസഭയിൽ പോയിരുന്നു കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള നയങ്ങൾ രൂപീകരിക്കാനാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ആ നയങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, കുറച്ച് ദിവസമായിട്ട് ഓട്ടോ ആയതുകൊണ്ട്. പരീക്ഷയ്ക്ക് പോകുന്നില്ലല്ലോ, എന്താ പറയണ്ടേ, ഇവർക്കൊക്കെ പെൻഷനും ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് നാട്ടുകാരും പറഞ്ഞയക്കുന്നത് അവിടെ ചെന്നിരുന്ന് ജനങ്ങളുടെ സമരത്തെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അവിടെ പോയിരുന്നാലും പോയിരുന്നില്ലെങ്കിലും ഇവരൊക്കെ നടത്തുന്ന നയങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എതിരായിട്ടുള്ള നയങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിൻ്റെ പ്രോഗ്രസ് കാർഡിലെ ഒന്നാമത്തെ വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു വിഭവം അവർക്ക് ലാഭം കൊയ്യാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം തുറമുഖം പണിതുയർത്താൻ വേണ്ടി നമ്മളുടെ നികുതി പണം നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുള്ളത് 12,000 കോടി രൂപയാണ്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള 70%-ലധികം തുക ചെലവഴിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണ്. ഭൂരിപക്ഷവും സംസ്ഥാന സർക്കാർ തന്നെയാണ്. അദാനി ചെലവഴിച്ചിരിക്കുന്നത് 27% മാത്രമാണ്. പക്ഷേ അതിൻ്റെ ലാഭം വിഭജിക്കുമ്പോൾ കച്ചവടത്തിൻ്റെ മര്യാദ പോലുമില്ല. 2035 വരെ 100% ലാഭം അദാനിക്ക്, 2035 ശേഷം 99% ലാഭം അദാനിക്ക്, 1% കേരളത്തിന്. അപ്പോൾ ഇതാണ് വികസനം എന്ന് പറയുന്നത്. ഇത് ആരുടെ വികസനമാണ്? ഇത് നമ്മളുടെ വികസനമല്ലല്ലോ. നമ്മുടെ നികുതിപ്പണം എടുത്ത് അദാനിയെ വികസിപ്പിക്കുന്നതാണ്. ഇപ്പോൾ വലിയ റവന്യൂ വരുമാനം, ആശമാർ ശമ്പളം ചോദിക്കുമ്പോൾ, കൂലി കൂട്ടിത്തരാൻ ചോദിക്കുമ്പോൾ പണമില്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിക്കുന്ന കാര്യം പറയുമ്പോൾ, മരുന്നിൻ്റെ ഗുണമേന്മയെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാകുമ്പോൾ, അടിസ്ഥാന ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന കാര്യം പറയുമ്പോൾ പണമില്ല എന്നാണ് പറയുന്നത്. സർവമാന മേഖലയിലും വലിയ പ്രതിസന്ധിയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ നമ്മളുടെ പൊതുഖജനാവിൽ നിന്നുള്ള പണമെടുത്ത് നിർമ്മിക്കുമ്പോൾ അത് അദാനിക്ക് കൊടുക്കാതെ നമ്മളുടെ ഒരു പൊതുമേഖലയിൽ നിലനിർത്തിയാൽ ഈ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനം തന്നെയല്ലേ വർദ്ധിക്കുന്നത്. അപ്പോൾ വികസനം എന്ന് പറയുന്നത്, ഇത് അദാനി പോർട്ടൊരു ഉദാഹരണം മാത്രമാണ്. ദേശീയപാതയാണെങ്കിലും ഗെയിൽ പൈപ്പ് ലൈൻ ആണെങ്കിലും ഇതെല്ലാം ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വികസനത്തിൻ്റെ മോഡലാണ്. അതാണ്. അപ്പോൾ SUC ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന മുന്നണികൾക്കെതിരായ ജനസമരത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടായി വരണം. ഈ നാട്ടിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ വിശ്വാസികൾ, ജനാധിപത്യ സ്നേഹികൾ സമരമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ലേബർ കോഡുകൾക്കെതിരെ, അതല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ, PM ശ്രീക്കെതിരെ, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സമരം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമരം നടത്താൻ സന്നദ്ധരുമാണ്. പക്ഷേ ഈ നയങ്ങളെല്ലാം കേരള മോഡൽ എന്ന് പറഞ്ഞ് നടപ്പിലാക്കുകയും സമരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം നിർബാധം തുടരുന്നത്. SUC കേരളത്തിൽ 31 മണ്ഡലങ്ങളിൽ SUC സ്വതന്ത്രമായി മത്സരിക്കുന്നു. ഒരു മണ്ഡലത്തിൽ കൊടുങ്ങല്ലൂരിൽ നന്ദഗോപൻ വെള്ളത്താടി എന്ന ഒരു ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. വളരെ നന്നായി പോന്നു. എല്ലായിടത്തും ഇതേ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ നല്ല സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആശാസമരവും കെറയിൽ സമരവും ഒക്കെ ചർച്ച ചെയ്തു. പ്രത്യേകിച്ചും ആശാസമരത്തിൻ്റെ സമയത്തുണ്ടായ ചർച്ചകളിലൂടെ SUC ഇപ്പോൾ വളരെ പരിചിതമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരുടെ ഇടയിൽ, ഇടതുപക്ഷ വിശ്വാസികളുടെ ഇടയിൽ SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേരുകൊണ്ട് കുറച്ചധികം പരിചിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്വീകാര്യത സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ SUC കമ്മ്യൂണിസ്റ്റിൻ്റെ സ്ഥാനാർത്ഥി സഖാവ് ആഷ്ന തമ്പി അവരുടെ അഫിഡവിറ്റിലെ ഒരു കൗതുകം കൊണ്ട്
അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി. 84 രൂപ മാത്രം വരുമാനമുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത്. ആഷ്ന ഒരു ഈ SUCA ഉയർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഞങ്ങളാരും SUCA ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ല രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്, ജനകീയ സമരങ്ങളിൽ ഇടപെടുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി സമൂഹത്തിന് കൊടുക്കുക എന്നുള്ള അതാണ് നമ്മളുടെ നിലനിൽപ്പിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതി. അത് ഞങ്ങളുടെ എന്തോ ത്യാഗവും മഹത്വവും അങ്ങനെയൊന്നുമല്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും മഹാത്മാഗാന്ധിയും ഒക്കെ കാണിച്ചു തന്നിട്ടുള്ള രാഷ്ട്രീയം ഇതാണ്. അതിൻ്റെ പിന്തുടർച്ചയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വിധത്തിൽ ആ ഒരു രാഷ്ട്രീയത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാനാർത്ഥികളാണ് 32 മണ്ഡലങ്ങളിലും ഉള്ളത്. മലപ്പുറത്ത് തിരൂർ മാത്രമാണ് മത്സരിക്കുന്നത്. തിരൂർ തിരഞ്ഞെടുക്കാനുള്ള കാരണം മലപ്പുറത്ത് ജില്ലാ കമ്മിറ്റിയുണ്ട്. മലപ്പുറം ജില്ലയാണ് സംസ്ഥാനത്ത് ഏറ്റവും അവസാനം പ്രവർത്തനം ആരംഭിച്ച ജില്ലകളിലൊന്ന്. കേരളത്തിൽ കഴിഞ്ഞ 50 വർഷമായി SUCA രാഷ്ട്രീയ രംഗത്തുണ്ട്. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ വളരെ സജീവമായി ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷനുള്ള പ്രസ്ഥാനമാണ്. മലപ്പുറം ജില്ലയിൽ 3 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഉള്ള ലോക്കൽ ഓർഗനൈസേഷനാണ് ജില്ലാ കമ്മിറ്റി കൂടാതെ ഉള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കേന്ദ്രം തിരൂരാണ്. തിരൂര് നമ്മൾക്ക് കഴിഞ്ഞ 6 വർഷമായി അത് ചിട്ടയായ പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 3 വർഷമായി തിരൂർ തുഞ്ചൻ കോളേജിൽ നമ്മളുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ചിട്ടയായ പ്രവർത്തനങ്ങളും SUCA ഉയർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ വ്യതിരിക്തതയും അതിൻ്റെ പ്രസക്തിയും തിരിച്ചറിഞ്ഞ തുഞ്ചൻ കോളേജിൽ ഞങ്ങൾക്ക് അവിടെ SUCAയുടെ വിദ്യാർത്ഥി സംഘടന AIDSOയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സഖാവാലൻ MS ആണ് അവിടുത്തെ ചെയർമാൻ. മറ്റൊരു വസ്തുത കൂടിയുള്ളത്, അദ്ദേഹം ആശാസമര നേതാവ് സഖാവ് S മിനിയുടെ മകനും കൂടെയാണ്. ഇവിടെ ധാരാളം പ്രചരണങ്ങൾ നടക്കുന്നത് ഞങ്ങൾ അലനുമായിട്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും ഹൗസ് ക്യാമ്പയിൻ, ഞങ്ങളുടെ പത്രമുണ്ട് യൂണിറ്റി, അതൊക്കെ കൊടുക്കാൻ വീടാന്തരം പോകുമ്പോൾ പല ആശാസമരമൊക്കെ നടക്കുന്ന സമയത്ത് പലരും ഈ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ ഒക്കെയുള്ള പല ക്യാപ്സൂളുകളുടെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട്, S മിനി BJPയുടെ B ടീം കളിച്ചുകൊണ്ട് മക്കളെ ഫണ്ട് വാങ്ങിച്ച് വിദേശത്ത് അയച്ചിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളത്. അതൊരു പ്രത്യേക കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഈ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലൊക്കെ അയച്ച് മക്കളെ പഠിപ്പിക്കുന്ന ചരിത്രമുള്ള, അല്ലെങ്കിൽ സമരം ചെയ്ത് തൊഴിലാളി സമരങ്ങളെ വഞ്ചിക്കുകയും ആസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തൊഴിലാളി നേതാക്കന്മാരുടെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ക്യാപ്സൂളുകൾ കൊടുക്കുമ്പോൾ അത് കണ്ട് പരിചയിച്ച അണികൾ അതങ്ങ് വിശ്വസിക്കും അല്ലേ. പക്ഷേ അലൻ ഇവിടെ ഉണ്ട് തുഞ്ചൻ കോളേജിൽ, S മിനിയുടെ മകൻ. അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ചെയർമാനാണ്, എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് അലൻ്റെ രാഷ്ട്രീയം, എന്താണ് അലൻ്റെ ജീവിതം എന്നുള്ളത് അവിടെ ചെന്ന് നോക്കിയാൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയാം, അവിടുത്തെ അധ്യാപകർക്കറിയാം. മലപ്പുറം ജില്ലയിൽ തന്നെ ഇടതുപക്ഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന 6 മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വ വെല്ലുവിളിയാണ്? ഞങ്ങളുടെ വോട്ട് കുറച്ച് നാൾ അവർ പിടിക്കുന്നേ ഉള്ളൂ. മലപ്പുറത്തെ ഇടതുപക്ഷ വിശ്വാസികൾ ഞങ്ങളെ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ, ഞങ്ങൾക്ക് അവരിലേക്ക് കൂടുതൽ എത്താൻ പറ്റുന്ന ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം ഞങ്ങളാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, സഖാവ് അബ്ദുറഹ്മാൻ ഇവിടെ വരുന്നു എന്നുള്ളത് കൊണ്ടല്ല ഞങ്ങൾ തിരൂർ മത്സരിക്കാൻ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അബ്ദുറഹ്മാൻ എന്നാണ് തിരൂരിലേക്ക് കളം മാറ്റി ചവിട്ടിയത് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതായിരുന്നില്ല ഞങ്ങൾ തിരൂർ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം. ഇടതുപക്ഷ വിശ്വാസികൾ, ജനങ്ങൾ വിലയിരുത്തട്ടെ ആരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത്. ഞങ്ങൾ തെരുവിൽ നിന്ന് ജനങ്ങളോട് രാഷ്ട്രീയം പറഞ്ഞ് പാട്ടപ്പിരിവ് നടത്തി ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും സഖാക്കളിൽ നിന്നുമൊക്കെ അവരുടെ ഒരു ചെറിയ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി പ്രചരണം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഞങ്ങളുടെ കാൻഡിഡേച്ചർ എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പരാധീനതകൾ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. പലരും ഈ ഒരു പ്രസ്ഥാനത്തെയോ അതിൻ്റെ കാൻഡിഡേറ്റിനെയോ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത്തരം പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ടാകും. പക്ഷേ ഇത് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം
ജനാധിപത്യ വിശ്വാസികൾ, ഇടതുപക്ഷ വിശ്വാസികൾ മനസ്സിലാക്കും. നാളെ ഈ സമര രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും സമരരംഗത്തേക്ക് വരുന്നത്. ആരധികാരത്തിലേറിയാലും ഒരുമിച്ച് എന്നുള്ളത് ഉദ്ദേശിച്ചത് ഇടതുപക്ഷ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരരംഗത്ത് ഇടതുപക്ഷ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കും. അത് സ്വാഭാവികമാണ്. കേരളത്തിന് പുറത്ത്, കേരളത്തിലും ബംഗാളിലും ഒഴികെ രാജ്യവ്യാപകമായി 6 ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് CPI, CPM, SUCI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായ ഒരു സമരമുന്നണിയുണ്ട്. ബംഗാളിലും കേരളത്തിലും ഇവർ അധികാരത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നു. കേരളത്തിൽ ഇത് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനത്ത് ഈ വലതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുന്നു, ജനസമരങ്ങളെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വഞ്ചിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ മുന്നണി ഇവിടെ പ്രായോഗികമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനമായിരുന്നു, SUCIക്കുണ്ട്, ഞങ്ങളുടെ തീരുമാനമായിരുന്നു കേരളത്തിലും ബംഗാളിലും ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സഖാവ് പ്രകാശ് കാരാട്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് SUCIയുടെ ജനറൽ സെക്രട്ടറി പ്രഭാഷ് ഘോഷ് സഖാവുമായിട്ട് നടന്ന ചർച്ചയിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വഞ്ചിച്ചുകൊണ്ട് ഒരു അധികാരത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന പ്രസ്ഥാനമല്ല, വിലക്കെടുക്കാൻ പറ്റുന്ന പ്രസ്ഥാനമല്ല SUCI കമ്മ്യൂണിസ്റ്റ്. ഒരു അബ്കാരിയുടെ മുമ്പിൽ പോയി കൈനീട്ടില്ല. ഒരു മുതലാളിയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സമര രാഷ്ട്രീയത്തെ അടിയറ വയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു അധികാരത്തിൻ്റെ താല്പര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ LDF മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ അന്നത്തെ ക്ഷണത്തിൽ ഞങ്ങൾക്ക് പോവില്ല എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. ബംഗാളിൽ CPIM അധികാരത്തിൽ ഇരുന്ന ഘട്ടത്തിൽ SUCIയുടെ നിരവധി പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളും ഞങ്ങളുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ അവിടെ രക്തസാക്ഷികളായിട്ടുണ്ട്. ആ രക്തസാക്ഷിത്വത്തെ മാനിച്ചുകൊണ്ട് അവിടെ ആ വിധത്തിൽ നന്ദിഗ്രാം, സിംഗൂർ ഉൾപ്പെടെയുള്ള മൂവ്മെൻറ്റുകളിൽ SUCI വഹിച്ച പങ്കും അവിടെ CPIM നേതൃത്വം നൽകിയ സർക്കാർ ജനങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും അവിടുത്തെ ഇടതുപക്ഷീയമായി ചിന്തിക്കുന്ന ജനങ്ങളെ വഞ്ചിച്ച ആ സാഹചര്യവും മുൻനിർത്തി ബംഗാളിലും ആ വിധത്തിലുള്ളൊരു സമരത്തോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ പറ്റില്ല. സമരരംഗങ്ങളിൽ ഒരുമിച്ച് വരുന്നുണ്ട്, ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് മൂവ്മെൻറ്റുകളിൽ നമ്മൾ ഒരുമിച്ച് വരുന്നുണ്ട്. ഇവിടെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള സമരരംഗത്ത് ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. വരൂ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ PM ശ്രീ നടപ്പിലാക്കുന്ന ഒരു സർക്കാരിന് അത് ചെയ്യാൻ പറ്റില്ല, SFIക്ക് വരാൻ പറ്റില്ല. വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മന്ത്രി PM ശ്രീക്ക് എന്താ കുഴപ്പം, NEPക്ക് എന്താ കുഴപ്പമെന്ന് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി ചോദിച്ചത്. അല്ലല്ല, അദ്ദേഹം ഈ വിഷയത്തിൽ വിളിച്ചു ചേർത്ത വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ ഞങ്ങളും പങ്കെടുത്തതാണ്. ആ യോഗത്തിൽ ഒരേ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് PM ശ്രീ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടത്. അതിനുശേഷം വന്ന പ്രസ് റിലീസുകളെടുത്ത് പരിശോധിച്ചു നോക്കി ABVP മാത്രമാണ് ഇത് ആവശ്യപ്പെട്ടത്. SFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, ADSO, AESF എല്ലാവരും PM ശ്രീ നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞു PM ശ്രീ നടപ്പിലാക്കില്ല, രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും എന്ന് പറഞ്ഞു. പിന്നീട് മുന്നണിയിൽ പോലും ആലോചിക്കാതെ വിദ്യാർത്ഥി സംഘടനാ യോഗത്തിൽ തന്ന ഉറപ്പിനെയും ലംഘിച്ചുകൊണ്ട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പോയി ഒരു ഉദ്യോഗസ്ഥയെ പറഞ്ഞയച്ച് ഇത് ഒപ്പിടുന്നതാണ് കണ്ടത്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺകുമാറുമായി റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു ഒപ്പിട്ടിട്ട് നടപ്പാക്കാതിരിക്കാനായിരുന്നു ഞങ്ങളുടെ തീരുമാനമെന്ന്. അതെത്ര ബാലിശമായ വാദമാണ്. മാത്രമല്ല PM ശ്രീയുടെ ധാരണാപത്രത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം എന്നുള്ളത് അതിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ്. ആ ധാരണാപത്രം എടുത്ത് അത് നമ്മൾ വായിച്ചു നോക്കിയാൽ ഇതിൽ പലതും ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് നടപ്പിലാക്കിയിട്ടില്ല എന്നോ നടപ്പിലാക്കില്ല എന്നോ ഉള്ള സമീപനമില്ല, മറിച്ച് ദേശീയ വിദ്യാഭ്യാസത്തിനെതിരെ രാജ്യവ്യാപകമായി സമരം ചെയ്യും. ഇവിടെ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കും. മണ്ഡലത്തിലെ ഏറ്റവും വനിതാ സ്ഥാനാർത്ഥിയാണ്, 9 സ്ഥാനാർത്ഥികളുണ്ട്. ആ രീതിയിൽ സ്ത്രീകളുടെ വോട്ട് കൂടുതൽ നേടാൻ കഴിയുന്ന പ്രതീക്ഷയുണ്ട്. ഞാൻ പോയ സ്ഥലം സ്ഥലങ്ങളിലെല്ലാം
ചോദ്യം റിപ്പീറ്റ് ചെയ്യണം. അല്ല എനിക്ക് പ്രശ്നമില്ല. മറുപടി പറയാം. മണ്ഡലത്തിലെ 9 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ ഏക വനിതാ സ്ഥാനാർത്ഥിയാണ്. എത്രത്തോളം സ്ത്രീകളുടെ വോട്ട് നേടാൻ കഴിയുന്ന പ്രതീക്ഷ? അതായത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുടെ ഒരു മണ്ഡലമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ മണ്ഡലം കൂടിയായിരിക്കും. എത്രത്തോളം പ്രതീക്ഷയാണ്? പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ്. പോയ സ്ഥലങ്ങളിലെല്ലാം കാണാൻ കഴിഞ്ഞിടത്തോളം സ്ത്രീകൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് അവർ പരിഗണിക്കുന്നത്, അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നത്. എൻ്റെ കാൻഡിഡേച്ചർ അറിയാൻ സാധിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന സമര രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്ത്രീകൾ ഉറപ്പായും എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. സ്ത്രീ സുരക്ഷ പറഞ്ഞ അധികാരത്തിലേറിയ ഒരു സർക്കാരാണ് 10 വർഷമായി ഭരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ കേസുകളിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയും കേരള പോലീസിൻ്റെയും കണക്കനുസരിച്ച് മാത്രം 2024 വരെ 61% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. സൈബർ ബുള്ളിയിങ് കേസുകളിൽ 426% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മദ്യം കുത്തിയൊഴുക്കിയ വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. 27 ബാറുകൾ മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇന്നത് 900-ന് മേളിലായി. 1 ബാർ മാത്രം ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ 32-ലധികമായി. 13 വയസ്സിൽ കുട്ടികൾ മദ്യപിച്ചു തുടങ്ങുന്നു. ഇതിൻ്റെയൊക്കെ വേദന ഇത് അതെ. നമ്മുടെ പ്രിയപ്പെട്ട KPSC ലളിതയുടെ പരസ്യം നമ്മളെല്ലാവരും അത് വളരെ വിശ്വസിച്ചതാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പോലും പരസ്യമായി 9 വർഷത്തിന് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്, ഈ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കും എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുമുണ്ട് അല്ലേ. ഇവിടെ വേണ്ടത് മദ്യശാലകളല്ല, വിദ്യാലയങ്ങളാണ്, ലൈബ്രറികളാണ്, ആശുപത്രികളാണ്. നമ്മുടെ കുട്ടികൾക്ക് മാന്യമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ മദ്യം സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ 1-ാമത്തെ പ്രതി മദ്യമാണ്. വിവാഹമോചന കേസുകളിൽ 60% മദ്യമാണ് കാരണം എന്നാണ് പറയുന്നത്. ഔദ്യോഗികമായ കണക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളെ വേട്ടയാടുന്ന വിഷയങ്ങളാണ്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളുടെയും നേരിട്ടതിൻ്റെ വേദന അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. തീർച്ചയായിട്ടും സ്ത്രീകൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കും. പ്രത്യേകിച്ചും ആശാസമരത്തിൻ്റെ വികാരം, അതിൻ്റെ ന്യായയുക്തത, 8 മാസം ആശമാർ തെരുവിൽ കിടന്ന് അനുഭവിച്ചത് കണ്ടതും അതിൽ വേദനിച്ചതിലും വലിയൊരു വിഭാഗവും സ്ത്രീകളാണ്. സ്ത്രീകൾ സമരജാഥ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ആശമാർ മാത്രമല്ല, വഴിയരികിൽ നിൽക്കുന്ന സ്ത്രീകൾ പോലും ആശാസമര നേതാവിനെ കെട്ടിപ്പിടിക്കുകയും അവരോട് അത്രയും അടുപ്പം, ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം പ്രകടിപ്പിക്കുകയും ചെയ്തത് ആ സ്ത്രീകളുടെ ആ ഒരു വികാരമാണ് കാണിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന സ്ത്രീകൾ, ആത്മാഭിമാനമുള്ള സ്ത്രീകൾ, കാൻഡിഡേച്ചർ അറിയുന്നവർ ഉറപ്പായിട്ടും കൂടെ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അട്ടിമറി നമുക്ക് 4-ാം തീയതി കാണാമല്ലോ. ഞാനിവിടെ മത്സരിച്ചുകൊണ്ട് എന്താണോ ആഗ്രഹിച്ചത് അത് 100% നേടിയിട്ടുണ്ട്. SUCയുടെ രാഷ്ട്രീയം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെത്താൻ പറ്റുന്നിടത്തോളം ജനങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിലൂടെ തീർച്ചയായിട്ടും ജനങ്ങളോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്, ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന മുന്നണികൾക്ക് അവർക്കൊരു താക്കീത് നൽകണം. താക്കീത് നൽകുക എന്ന് പറയുന്നത് ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നവർക്കെതിരായ ജനസമരത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം അതിന് പിന്തുണ വർദ്ധിച്ചു വരുന്നു എന്നുള്ള താക്കീത് നമ്മൾക്ക് നൽകണം. അതിനുവേണ്ടി സമ്മതിദാനാവകാശം വിനിയോഗിക്കണം എന്നുള്ളതാണ്. ആ ഒരു രാഷ്ട്രീയം ഏറ്റെടുത്തിട്ടുണ്ട് തിരൂരിലെ ഞങ്ങളെ കേട്ട, ഞങ്ങൾക്ക് ചെന്നെത്താൻ സാധിച്ചിട്ടുള്ള സമ്മതിദായകർ, ബഹുമാന്യരായിട്ടുള്ള ജനങ്ങൾ എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. നമുക്ക് കാണാം. താങ്ക് യു.